ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ മക്കൾക്കൊന്നും സുഖമില്ല, അവർക്കൊക്കെ ഓരോരോ അസുഖങ്ങളാണ്, ചുമയും കഫക്കെട്ടൊക്കെയാണ്. അപ്പോൾ ഇന്നത് മോൻ്റെ ജന്മദിനമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് 10 വയസ്സ് വരെ നിയ്യത്താക്കിയിട്ടുണ്ട് സുലൈമാൻ ഇവിടെ പേരാൽ മൗലൂദ് ഓതാൻ വേണ്ടിയിട്ട് നേർച്ചാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നേർച്ചാക്കിയത് എൻ്റെ കുഞ്ഞിമ്മയാണ്, ഇപ്പാടെ രണ്ടാം ഭാര്യയാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിമ്മ എന്നാണ് വിളിക്കുക. അപ്പോൾ അവരാണ് നെയ്യത്താക്കിയിട്ടുള്ളത്. അതിന് കാരണം മോൻക്ക് തീരെ വയ്യായിരുന്നു. ഡോക്ടർമാർ കിട്ടില്ല എന്ന് പറഞ്ഞ മോനായിരുന്നു കേട്ടോ. അവന് പൊന്നാനി ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരുന്നു ജനിച്ചത്. അവിടുന്ന് മഞ്ചേരി ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർമാരൊക്കെ പ്രതീക്ഷ വേണ്ടെന്നാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. അല്ല, അവിടുന്ന് അന്നൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടാണ് മോനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് കേട്ടോ. 17 ദിവസം ICUയിൽ കിടന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇവിടുത്തെ ഉമ്മയാണ് ഓന് നോക്കിയിരുന്നത്. ICUയിലൊക്കെ കാലുമലൊക്കെ നീര് വന്ന് വീർത്തിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ഒരു ഓർമ്മയാണ്. അവന് ജനിച്ച ആ ടൈമിലത്തെ ഓർമ്മയാണ് കേട്ടോ. ഒരുപാട് വേദനകൾ അനുഭവിച്ചിരിക്കണം ഓന്. ഓരോരോ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മേലൊക്കെ ഒരുപാട് സൂചിയും. ഇന്നും അതിന് കുറവൊന്നുമില്ല. ഇപ്പോഴും വെയ്യ ഓനക്ക് കഫക്കെട്ടും ചുമ തന്നെയാണ്. ഈ ബർത്ത്ഡേ വരുന്ന എല്ലാ കൊല്ലവും ഓനക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാ ഓൻ നീച്ചിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അപ്പം ഉമ്മ കാലത്തെ നീച്ചിട്ട് പത്തിരിയും ഇതൊക്കെ എല്ലാ കൊല്ലവും ഓനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കി. പിന്നെ തലേ ദിവസം ഇറച്ചി കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ബീഫ് ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ച് മോനൊക്കെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. ഓനക്ക് എങ്ങനെയെങ്കിലും എനിക്ക് ഒരു കൂട്ടി ഡ്രസ്സ് എല്ലാ കൊല്ലവും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാൻ സാധിക്കും കേട്ടോ. അതന്നെ അൽഹംദുലില്ലാ. അപ്പം അങ്ങനെ അപ്പോൾ അവനക്ക് നല്ല കുരയും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദിനെ വിളിച്ചിട്ടുണ്ട്. ഉസ്താദ് 11 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടീൻ്റെ ഒക്കത്തുണ്ട്, ഓൾക്കും ചുമയാണ്. അപ്പോൾ അവൾ ചുമച്ചും കൊണ്ടിരിക്കുക. എന്താണ് കുരണ്ടമ്മടെ കുട്ടിക്ക്? പിന്നെന്താ ഉള്ളത്? ദച്ചുണ്ട് കേട്ടാ. അപ്പോൾ ഇതാ ഉസ്താദ് വന്ന് ഞങ്ങളെ അടുത്തുള്ള വടക്കുമുറിയത്തെ ഉസ്താദിനെ വിളിച്ചിട്ട് മൗലൂദൊക്കെ ഓതാൻ തുടങ്ങിയിട്ട് ഓനെ അടുത്തിരുത്തിയിട്ട് ഓനക്ക് ഊതി കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഉസ്താദിനുള്ള ചായയും കടിയൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. من شر الوسواس الخناس الذي يوسوس في صدور الناس من الدنيا مصيباتها في الدنيا ومكائدها وعذاب الآخرة. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا طيبة والحكم فيهم بالعدل والحرم مولاي وسلم اللهم إنا نسألك أن تجعلنا من عذاب الآخرة ونعوذ بك من عذاب الجحيم. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا وولدا صالحا وإيمانا خالصا وعمرا في طاعتك ومرضاتك تقيا. بسم الله الرحمن الرحيم. من شر الوسواس الخناس الذي يوسوس في صدور الناس അപ്പോൾ ഇതാ ഉസ്താദിന് ചായയും കടിയൊക്കെ കൊണ്ടുപോയി. മൗലൂദ് ഓതലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചായ ഒക്കെ കുടിക്കുന്നത്.
അപ്പോൾ അവർ ഉസ്താദ് ചായ ഒക്കെ കുടിച്ചതിന് ശേഷം മോനക്ക് തീരെ വയ്യ കേട്ടോ. അപ്പോൾ ഓനായിട്ട് എന്തായാലും ആസ്പത്രിക്ക് തന്നെ പോകേണ്ടി വരും വിചാരിച്ച്. അപ്പം ഞാൻ ഓനായിട്ട് ആശുപത്രിക്ക് പോകണം. എൻ്റെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനായിട്ട് പോകുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര തിരക്ക്. പിന്നെ ഷുഗർ, പ്രഷർ അങ്ങനെയുള്ള അസുഖങ്ങളുടെ ഗുളികയൊക്കെ കൊടുക്കേണ്ട ദിവസമായിരുന്നു. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ അമ്മ അത് ചക്ക അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ അത് നേരാക്കിയിട്ട് ചക്കക്കൂട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ വന്നിട്ട് ചോറൊന്നും കഴിച്ചില്ല. ഞങ്ങൾ പിന്നെ ചക്ക കൂട്ടാൻ വെച്ചിട്ട് അത് കഴിച്ചിട്ട് പിന്നെയുള്ള പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.